എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ കർത്താവിൻ്റെ ആരോഗ്യത്തിലേക്കും രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാവിനോ എൻ്റെ മേൽ അനുവാദമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരികയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ നിന്ന് വിശ്വസിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കി മാറ്റുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായി വാഴ്ത്തുന്നു. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ നമുക്ക് ദൈവത്തെ വാഴ്ത്താം. കർത്താവ് എല്ലാ മേഖലയിലും നമ്മളെ സാക്ഷ്യമാക്കിയിരിക്കുന്നല്ലോ. ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർക്ക്, ലൈവിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അവിടെ ഈ സൂം പ്രയർ ലൈവ് നടക്കുന്ന ഈ സൂം പ്രയറിന്റെ ലിങ്ക് അവിടെയുണ്ട്. ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാം. സ്വർഗം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ട്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം ഉണ്ടെങ്കിലേ ദൈവപ്രവൃത്തി നടക്കുകയുള്ളൂ. ആമേൻ. പ്രധാന ഒരു ഘടകം നിങ്ങൾ മറന്നുപോയി. വിശ്വാസം വർദ്ധിക്കുന്നു, ദൈവം കരുതും. കർത്താവിന്റെ വാക്ക് പോലെ പ്രവർത്തിക്കുക. പത്രോസ്ലീഹ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതിന്റെ പിന്നിൽ ഒരു ഉറപ്പ് വന്നു. ഒരു വചനം പറയുന്ന വ്യക്തിക്കകത്ത് എപ്പോഴാണോ ഉറപ്പിലേക്ക് നിങ്ങൾ വരുന്നത്, ആ സമയം മുതൽ നിങ്ങളുടെ അത്ഭുതത്തിന്റെ പ്രവർത്തികൾ ആരംഭിക്കുവാൻ തുടങ്ങുന്നു. ഇന്നലെ കേട്ടായിരുന്നു. ഇന്ന് നമുക്ക് അതേ വാക്യത്തിൽ നിന്ന് തന്നെ തുടർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ ഉണ്ടായി വരുന്നത്? ഇന്ന് ആ വചന ചിന്തയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ എടുത്ത വാക്യത്തിന്റെ ബാക്കി ഭാഗം പോലെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുവാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുക, ശ്രദ്ധ മാറിപ്പോകരുത്. നമ്മൾ ഇന്നലെ കേട്ടു, ആ വാക്യത്തിൽ തന്നെ തുടങ്ങുവാണ്. അവിടെ ഇങ്ങനെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. നമ്മൾ ഇന്നലെ ഒത്തിരി, എനിക്ക് തോന്നുന്നത് ഒരു 3/4 മണിക്കൂറോളം തന്നെ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവ് ഇൻസ്റ്റന്റ്ലി നമ്മുടെ ശരീരത്തിന്റെ മേൽ രോഗങ്ങളെ സൗഖ്യമാക്കിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഈ വചനത്തിന്റെ വലിയ ശക്തി ഇന്നലെ നമ്മൾ കാണാൻ ഇടയായിത്തീർന്നു. കർത്താവ് സൗഖ്യങ്ങളാൽ നിറച്ച് സാക്ഷ്യം കേട്ടു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യും. നോക്കിയേ, ഇവിടെ പറയുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനി ആകുക അല്ല, വിശ്വാസിയാകുക. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ക്രിസ്ത്യാനി ആകുവല്ല, വിശ്വാസിയാകുക എന്ന് പറ. ക്രിസ്ത്യാനിയായുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നുമില്ല. പേരിനൊരു ക്രിസ്ത്യാനി, സമൂഹത്തിൽ ഒരു ക്രിസ്ത്യാനിയെ കിട്ടി. പക്ഷെ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് പ്രയോജനമില്ല. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ഗുണവും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾ വിശ്വാസികളായി തീരണം. വിശ്വാസികൾ എങ്ങനെ ആയിത്തീരാൻ പറ്റും? ഒരു വിശ്വാസി എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികളെ അനുഭവിക്കുന്നെന്നുള്ളത് കേൾക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വേഗത്തിൽ കർത്താവിന്റെ വചനത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി തന്റെ പ്രവൃത്തികളെ അയക്കുന്നതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് വിശ്വസിക്കാം. ഞാൻ ബാക്കി ഭാഗത്തിലേക്ക് പോവുകയാണ്. അപ്പൊ വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണ്. കേൾവി ദൈവവചനം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. നമുക്ക് നേരെ ഇനി ജോഷുവയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. പരിചിതമായ വാക്യമാണ്. 1-ാം അധ്യായത്തിന്റെ 6 മുതൽ പറയുന്നു, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ഈ ദേശം ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കുക. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. നിങ്ങൾ നോക്കി, 2 പ്രാവശ്യം
എടുത്തു പറയുന്ന വാക്കാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കും. നോക്കിയേ, നീ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ധ്യാനിക്കുക. ഞാൻ പെട്ടെന്ന് അങ്ങ് പോവാണ്. ഒരിക്കൽ നമ്മൾ ഈ വാക്യം ധ്യാനത്തെ പറ്റി എടുത്താണ്. ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെന്ന് നമ്മൾ ഒത്തിരി വചനം കേൾക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ബൈബിളിലുണ്ട്, എൻ്റെ ജീവിതത്തിലില്ല. ബൈബിളിൽ അത്ഭുതമുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിലില്ല. ബൈബിളിൽ സൗഖ്യമുണ്ട്, എൻ്റെ ജീവിതത്തിലില്ല. ബൈബിളിൽ അനുഗ്രഹങ്ങളുണ്ട്, സാമ്പത്തിക അനുഗ്രഹങ്ങളുണ്ട്, രോഗസൗഖ്യങ്ങളുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് കാണാൻ കഴിയുന്നില്ല എന്ന് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വചനം പറയുന്നത്. ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നോക്കി, ഇവിടെ ദൈവത്തിന്റെ അരുളിപ്പാട് യോശുവയോട് സംസാരിക്കുന്ന എങ്ങനെയാണ്? ആദ്യം പറഞ്ഞു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനാകണം. എന്താണ് ഈ ഉറപ്പും ധൈര്യവും? വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറപ്പും ധൈര്യവും. ഞാൻ വേഗത്തിൽ നമ്മുടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് പോകാം. നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കുക, വാക്യം കാണാൻ പറ്റും. വിശ്വാസം എന്നതോ ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പ്. നോക്കി, യോശുവയോട് എന്നാ പറഞ്ഞത്? ഉറപ്പും ധൈര്യവും. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പുണ്ടാവും. ഉറപ്പെന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇതൊരു ധൈര്യമാണ് കേട്ടോ. നമുക്കറിയാം, നിശ്ചയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉറപ്പിന്റെ മറ്റൊരു പദമാണ്, അല്ലേ? നിശ്ചയം എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്, അത് അങ്ങനെ തന്നെയാണ്. ഇത് വിശ്വാസത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഇത് രണ്ടും വരണം, ഉറപ്പും നിശ്ചയവും വരണം. പക്ഷെ യോശുവയുടെ ദൈവം പറയുകയാണ്, ആദ്യം പറഞ്ഞു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അപ്പൊ എങ്ങനെ ഉറപ്പ് വരുന്നത്? വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ഉറപ്പുണ്ടാകത്തുള്ളൂ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് കിട്ടണമെങ്കിൽ ആ കാര്യം കൺഫേം ആകണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഉണ്ട് ബ്രദറെ. ഞാൻ ചോദിച്ചു, മൊബൈൽ ഉണ്ടോ? ഉറപ്പാ ബ്രദറെ, എൻ്റെ ഫോൺ ഉണ്ട്. കയ്യിലുള്ളതിനെയാണ് നമ്മൾ എപ്പോഴും ഉറപ്പിക്കുന്നത്. അപ്പൊ യോശുവയുടെ ദൈവം പറഞ്ഞു, നീ ഉറപ്പുള്ളവനായിരിക്കണം. അപ്പൊ ഉറപ്പ് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നത് വിശ്വാസവുമായിട്ടാണ്. ഇനി ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ടാണ് യോശുവയുടെ ദൈവം ധ്യാനിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കേ, ഇവിടെ പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിക്കണം. അപ്പൊ ധ്യാനത്തെപ്പറ്റി നമ്മൾ ഇന്നാൾ പറഞ്ഞിരുന്നു. യോശുവയുടെ ദൈവം പറയുകയാണ്, മോനെ, നിന്റെ ജീവിതത്തിൽ നീ പോകുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കും. നീ പോകുന്നിടത്തൊക്കെ, നിങ്ങൾ വാക്യം നോക്കിയേ, ഇവിടെ നിങ്ങളൊരു വാക്യം നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ കാണുന്നു, എന്നാൽ നിന്റെ പ്രവൃത്തി ഒക്കെയും സാധിക്കും. നീ ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കും. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അപ്പൊ ഒരു ബൈബിളിൽ ദൈവം പറയുകയാണ്, നീ എവിടെ ചെന്നാലും നീ ശുഭമായിരിക്കും. എൻ്റെ അർത്ഥം നീ അനുഗ്രഹമായിരിക്കും, നീ രക്ഷപ്പെടും. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം, നിന്റെ അകത്ത് ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. അപ്പൊ ഉറപ്പും ധൈര്യവും ഉണ്ടാകണമെങ്കിൽ ദൈവവചനം നിന്റെ നാവിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും നീ പ്രമാണിക്കണം. നീ രാവും പകലും അത് ധ്യാനിക്കണം. നോക്കിയേ, ഒന്ന് രാവും പകലും ധ്യാനിക്കണം. അപ്പൊ ഈ ധ്യാനം എന്നുള്ളത് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടകമല്ല. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ധ്യാനം പണ്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഒത്തിരി മുനിമാരിങ്ങനെ ധ്യാനത്തിലിരിക്കും, ആഹാരവും വെള്ളവും ഒക്കെ വെടിഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ടല്ലേ? ധ്യാനത്തിലിരിക്കും. അപ്പൊ ധ്യാനം എന്ന് പറയുന്നത് ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ് അല്ല, പകരം നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ധ്യാനിക്കുന്നത്. ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എല്ലാം വർക്ക് ചെയ്യുന്നൊരു സമയമാണ് ഈ ധ്യാനിക്കുമ്പോൾ. അതായത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ ചിന്തിക്കുന്നതിനെയാണ് പലപ്പോഴും ധ്യാനിക്കുക എന്ന വാക്കിലേക്ക് വരുന്നത്. യഥാർത്ഥ വാക്ക് അതല്ലെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളിൽ നമ്മുടെ അകത്ത മനസ്സ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ജമ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ധ്യാനം. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറയാം. ഞാൻ കുവൈറ്റിൽ ഒരു തവണ
കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ ഈ അബ്ബാസിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ ഈ കുവൈറ്റിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും അല്ലേ? ഈ അബ്ബാസിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ അതിങ്ങനെ കുറേ ഒത്തിരി മലയാളികളും ഈ ഏഷ്യൻസും ഒക്കെ നിറഞ്ഞിരിക്കുന്ന വലിയൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒരു കവാടമുണ്ട്, ഒരു പ്രവേശന കവാടം, ഒരു ഗേറ്റൊന്നുമില്ല, ഒരു കവാടമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെ, അത് കുറേ ഫ്ലാറ്റുകൾക്കിടയിൽ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് വരണമെങ്കിൽ ഒരു ചെറിയൊരു കവാടമുണ്ട്. ഇപ്പം അതിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ വന്നിട്ട് ഒരു ചെറിയൊരു കാറിലാണ് വന്നത്. അപ്പോൾ കാറ് കാണാൻ നല്ല രസമായി. ചെറിയൊരു വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ഗിയർ അല്ല, ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള ഒരു വണ്ടി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ അപ്പം എന്നോട് ചോദിച്ചു, ബ്രദറെ അപ്പം ഞാൻ ആ വണ്ടിയെ നോക്കുന്നുണ്ടപ്പം, ഞങ്ങൾ ആ വണ്ടിയെ നോക്കുന്നുണ്ടപ്പം ഈ ബ്രദർ, അദ്ദേഹം എന്തോ ഒരു പിസ്സ ഡെലിവറി ഒക്കെ എന്തോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, എന്താ ബ്രദറെ ഓടിക്കാൻ വേണമെന്ന് വെച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ കയ്യിൽ ഇന്ത്യൻ ലൈസൻസും ഉള്ളൂ, മറ്റ് ലൈസൻസ് ഒന്നും ഞാൻ ഓടിച്ചില്ല. കാരണം വെച്ചാൽ എനിക്ക് ഇന്ത്യൻ ലൈസൻസും ഉള്ളൂ, കുവൈറ്റ് ലൈസൻസ് എനിക്കില്ല. ഞാൻ പറഞ്ഞു, എനിക്കിനും എൻ്റെ ഒരു ചിന്ത കാര്യം, ഇങ്ങനെ ഓടിക്കുന്ന സമയത്തെങ്ങാനും അറബികളെങ്ങാനും കണ്ടാൽ പിന്നെ വലിയ വിഷയമാണല്ലോ, അല്ലെങ്കിൽ പോലീസ് കണ്ടാൽ വലിയ വിഷയമുണ്ട്. പുള്ളി പറഞ്ഞില്ല, ഈ ഒരു കോമ്പൗണ്ടിലോട്ട്, ഇത് കോമ്പൗണ്ടിൻ്റെ അകത്താണ്, വഴിയിലല്ല, കോമ്പൗണ്ടിൻ്റെ അകത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്, ഗ്രൗണ്ട് പോലെ. അപ്പം എൻ്റെ കൂടെയുള്ള സഹോദരൻ പറഞ്ഞു, ഞാൻ അന്ന് ഓടിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് പുള്ളി ചുമ്മാ തമാശ പറയുന്ന ഒരു കാര്യം. എനിക്ക് ആ വ്യക്തിയെ വ്യക്തമായിട്ട് അറിയാം, അദ്ദേഹത്തിന് ഡ്രൈവിംഗ് അറിയത്തില്ല. ബൈക്ക് പോലും പുള്ളി സ്വന്തമായിട്ട് പുള്ളിക്ക് ബൈക്കും ഇല്ല, ബൈക്ക് ഓടിച്ചിട്ടില്ല, കാറും പുള്ളി ഓടിച്ചിട്ടില്ല. ഈ സഹോദരൻ പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ കേട്ട പാതി കേൾക്കാത്ത പാതി ആ മനുഷ്യൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കീ എടുത്തു കൊടുത്തു. അപ്പം ഞാനിങ്ങനെ നോക്കി, ഇദ്ദേഹം എന്ത് ചെയ്യാനാ, കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പോയിട്ട് ബൈക്ക് പോലും ഓടിക്കാൻ അറിയത്തില്ല. ഇദ്ദേഹം കാറിനകത്ത് കയറിയിരുന്ന ആ ഗ്രൗണ്ടിൽ കൂടെ ഒരു റൗണ്ട് അങ്ങ് അടിച്ചു. ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു കൊണ്ടുവച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് അതിശയം തോന്നി. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ഡ്രൈവിംഗ് അറിയത്തില്ല, ഇദ്ദേഹത്തിന് ഒരു ബൈക്ക് പോലും ശരിക്കും ഓടിക്കാൻ അറിയത്തില്ല, ലൈസൻസ് ഇല്ല അദ്ദേഹത്തിന് ലൈസൻസും ഇല്ല, അദ്ദേഹം നേരെ ചൊവ്വേ ബൈക്ക് ഒന്നും ഓടിച്ചിട്ട് പോലും ഇല്ല. അപ്പം ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത് നടക്കുന്നത്, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കാൻ പറ്റിയെന്നുള്ളത് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു. എങ്ങനെ ഇദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ പറ്റി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വീഡിയോ ഗെയിം കളിച്ചിട്ടാണ് ഇത് പഠിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിശയിച്ചു പോയി. കാര്യം ഞാനും വീഡിയോ ഗെയിം കളിച്ചിട്ടുണ്ട്. വീഡിയോ ഗെയിം, അതായത് കാർ റേസിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഗെയിം ഇരുന്നുകൊണ്ട് കളിച്ചിട്ട് ഇദ്ദേഹം അത് പഠിച്ച്, അതായത് ആ ഐഡിയ വെച്ചാ ഓടിച്ചെന്ന് പറഞ്ഞു. ആരും ഇമിറ്റേറ്റ് ചെയ്യില്ല കേട്ടോ, അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല, പക്ഷെ നടന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ നേരം വെളുക്കുന്നതോടെയൊക്കെ വരുന്നതുകൊണ്ട്, പല സമയത്തൊക്കെ ഇരുന്നുകൊണ്ട് ഗെയിമുകൾ ചെയ്യാം. അപ്പം നമുക്കറിയാം, എനിക്കറിയത്തില്ല, ഞാൻ ആ ഗെയിം പുള്ളി പറഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഗിയർ മാറ്റുന്നതും അങ്ങനെ ചില സംഭവങ്ങളും ആക്സിലേറ്റർ കൊടുക്കുന്നതും കാർ ഇങ്ങനെ ഓടുമ്പോൾ തിരിക്കുന്നതും ഒക്കെ ഒരു സിമുലേറ്റർ അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അതേപോലെ ഒരു സംഭവമാണ് ഇദ്ദേഹം കളിക്കുന്നത്. അപ്പം ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഒരു ധൈര്യം. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ഈ ധൈര്യം കിട്ടി? അപ്പോൾ ദിവസവും ഈ കാർ റേസിങ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, മണിക്കൂറുകൾ കളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത്, ഇദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കകത്തും മൊത്തവും ഇദ്ദേഹം വണ്ടി ഓടിക്കുന്ന ഒരാളെ പോലെ ആയിത്തീർന്നു. ആരും ഇമിറ്റേറ്റ് ചെയ്ത് നാളെ മുതൽ നിങ്ങൾ പറയുന്ന ബ്രദർ പറഞ്ഞ പോലെ ഞാൻ നാളെ ഗെയിം കളിച്ച് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ എന്തോ അദ്ദേഹത്തിൻ്റെ അകത്ത് ഇതാണ് ഗെയിമിൻ്റെ ഒരു അഡീഷൻ നമുക്ക് വേണേൽ പറയാം, ഒരു ദൂഷ്യവശമെന്ന് വേണേൽ പറയാം. നല്ലതല്ലേ ബ്രദർ എന്ന് വെച്ചാൽ നല്ലതാണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ദൂഷ്യവശമെന്ന് വേണേൽ പറയാം. കാര്യം അദ്ദേഹം ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നിരന്തരമായി അത് കളിച്ച് ഗെയിം, ആ കാർ റേസിങ് കളിച്ച് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇദ്ദേഹം ഒരു ഡ്രൈവറായി മാറി. ഇദ്ദേഹം റോഡിൽ ഓടിച്ചിട്ടില്ല, ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടില്ല, ലൈസൻസ് ഇല്ല, ജീവിതത്തിൽ ഇന്ന് വരെ കാർ ഓടിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള ആ കാറിൻ്റെ ഗെയിം കളിച്ച് നിരന്തരമായി ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ക്രിയേറ്റ് ആയി. ഇങ്ങനെയാണ്, അപ്പോൾ ഇതിനൊരു ആക്സിലേറ്റർ ഉണ്ടെന്നും അതേ പ്രസ് ചെയ്താൽ ഇത് മൂവ് ചെയ്യുന്നും ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് ഉണ്ടെന്നും പെട്ടെന്ന് അതിങ്ങനെ പയ്യെ തിരിക്കണമെന്നും അങ്ങനെ ഇതൊരു ഐഡിയ, എനിക്കറിയത്തില്ല ഗെയിം ഏതാണെന്നും. പക്ഷേ ഇദ്ദേഹം ഈ ഗെയിമിലൂടെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു ഉറപ്പ് കയറി കിട്ടി. ഒരു അഡിഷൻ, ആ ഗെയിമിൻ്റെ അഡിഷൻ ഇദ്ദേഹത്തിൻ്റെ അകത്ത് ഒരു ധൈര്യം കൊടുത്തു. ആ കാറെ കയറിയിരുന്ന് ആ ഗെയിമിൽ ഇരിക്കുന്നത് പോലെ സ്റ്റിയറിങ് പയ്യെ തിരിക്കാൻ, റോഡിലല്ല ഇറക്കിക്കോട്ടെ, ഗ്രൗണ്ടിലെ കാര്യം ഞാൻ പറഞ്ഞത്. റോഡിൽ ഇറക്കിയാൽ ചിലപ്പോൾ പുള്ളി വണ്ടി ഇടിക്കുമായിരിക്കും പോയി, ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഓടിച്ചു കാണും പുള്ളി ഗിയർ വണ്ടി അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കാല് കൊടുത്തപ്പോൾ വണ്ടി മൂവ് ചെയ്തു.
അദ്ദേഹം അതിൻ്റെ ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നതിനെ അദ്ദേഹം എന്ത് ചെയ്തു, ആ സമയത്ത് ഗെയിം കളിക്കുന്നത് പോലെ എന്ത് ചെയ്തു, ആ ഗ്രൗണ്ടിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കറക്കി കൊണ്ടുവന്ന് നിർത്തി. എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? അവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ, ഇദ്ദേഹത്തിന്റെ മനസ്സ് അവിടെ ഒരു ഡ്രൈവറെ പോലെ ആയിത്തീർന്നു. ഓർത്തോണം, അദ്ദേഹം ജീവിതത്തിൽ ഇന്ന് വരെ വണ്ടി ഓടിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം എല്ലാ ദിവസവും ഗെയിം കളിക്കുമ്പം ആ സ്ക്രീനിൻ്റെ അകത്ത് ഇദ്ദേഹം ഒരു കാറിൻ്റെ അകത്താണ് ഇരിക്കുന്നത് എന്നുള്ള ചിന്ത, ആ ഇമാജിനേഷൻ, ഇദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ്സ് എല്ലാം എന്ത് ചെയ്തു, ഒരു ഡ്രൈവിംഗ് അറിയാവുന്ന ആളെ പോലെ പെർഫോമിങ് ചെയ്യുവാൻ ഇദ്ദേഹത്തിന്റെ മനസ്സ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, പ്രാപ്തി കൊടുത്തു. അപ്പൊ ഇവിടെ ഇത് തന്നെയാണ് ജോഷുവോട് പറഞ്ഞത്, നീ രാവും പകലും ഈ വചനം പറഞ്ഞിട്ട് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ ചിന്തിക്കണം. നിന്റെ മുമ്പിൽ ഫെലിസ്ത്യൻ വരുമ്പോൾ, നിന്റെ മുമ്പിൽ ഫറവോൻ വരുമ്പോൾ, നിന്റെ മുമ്പിൽ ഹിസ്തിയർ, നെബൂസിയർ, ഇങ്ങനെ പല ജാതിക്കാർ നിന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നീ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്കെതിരെ ഒരുത്തരം നിൽക്കത്തില്ല, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിനക്കെതിരെ നിൽക്കത്തില്ല എന്ന് വചനം പറയുകയും, സൈന്യം വന്നാൽ എന്നാ ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ചിന്തക്കകത്ത് നീ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണം. എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നറിയാവോ? യുദ്ധത്തിന് ചെല്ലുന്ന സമയത്ത് സൈന്യങ്ങളുടെ യഹോവ ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ ദൂതന്മാരെയൊക്കെ അയച്ചു യുദ്ധം ജയിക്കുന്നത് നീ എന്ത് ചെയ്യണം? മനസ്സിൽ കാണുന്നതാണ് ധ്യാനം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ അകത്ത് നിങ്ങൾ പോലും അറിയാത്തൊരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റഡ് ആവും. ഈ സെൽഫ് കോൺഫിഡൻസ് മാൻമെയ്ഡ് അല്ല, മനുഷ്യനിർമ്മിതമല്ല, വചനത്താൽ ഉളവായതുകൊണ്ട് നിങ്ങൾ പോലും അറിയാത്തൊരു ധൈര്യവും ഉറപ്പും ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുന്നറിയാവോ? അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ, ഇനി നേരെ എബ്രായ ലേഖനത്തിലേക്ക് വരാവേ. ഇവിടെ എബ്രായ ലേഖനം പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. നോക്കിക്കേ, ആശിക്കുന്നതിന്റെ ഉറപ്പായിട്ട് മാറും. എൻ്റെ അർത്ഥം, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ അകത്തോട്ടൊരു ഉറപ്പ് വന്നാൽ പിന്നെ ദൈവപ്രവൃത്തിക്ക് നടക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഭയങ്കര ഉറപ്പിൽ നിൽക്കുക, ഇന്ന് ഈ നിമിഷം ഈ കാര്യം നടക്കും. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പം നിങ്ങൾ എന്നെ പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കും. പ്രാർത്ഥിക്കാൻ വേണ്ടി, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, ബ്രദറെ എനിക്ക് വലിയ ഭാരത്തോടെ ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വലിയ സങ്കടത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവേ കർത്താവേ, ഞങ്ങളുടെ നാമത്തിൽ കുറേ വചനമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ കൊണ്ട് ഭയങ്കര പ്രാർത്ഥന. നിങ്ങൾ അപ്പുറത്തിരുന്നുകൊണ്ട് സ്വോത്രം പറയുന്നു, ആലേലിയ പറഞ്ഞു, ചിലർ അന്യഭാഷ പറയുന്നു. ഉടനെ ഞാൻ പറയും, സഹോദരി, യേശു അത്ഭുതം ചെയ്യും, യേശു അത്ഭുതം ചെയ്യും. ഇതെല്ലാം കേട്ട് നിങ്ങൾ പറയും, ബ്രദറെ ആമേന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയേ, ബ്രദറെ പ്രാർത്ഥനയിൽ ഓർക്കണേ. കണ്ടോ, ഇത്രയും നേരം ഞാൻ പറഞ്ഞതും വചനം പറഞ്ഞതും കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു, ഇഷ്ടം ധൈര്യമായിട്ടിരിക്കും, ആ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആമേൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതിന് പിന്നെയും പറയും, ബ്രദറെ പിന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ആ പ്രാർത്ഥന എഫക്റ്റ് ആയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഉറപ്പ് വന്നില്ല. അവിടെ എന്താണെന്നറിയോ? ആ പ്രാർത്ഥന എഫക്റ്റ് നടക്കത്തില്ല. ആ പ്രാർത്ഥന അവിടെ നിന്ന് എന്ത് ചെയ്തു? നമ്മുടെ ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അത് ഫലമില്ലാതെ പോയി. കാര്യം ഏറ്റെടുക്കുന്ന ആൾക്ക് ഇപ്പോഴും ഉറപ്പില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ മാത്രമല്ല ഏത് ബ്രദറിനെ വിളിച്ചാലും ശ്രദ്ധിച്ചോണേ. അവിടെ നിങ്ങൾ ബ്രദർ ഇങ്ങനെ ചങ്ക് പൊട്ടി എല്ലാം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും ആമേനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും, ബ്രദറെ പിന്നെ ഓർക്കണേ. കണ്ടോ, തീർന്ന പരിപാടി. ആഗ്രഹിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ ഉറപ്പകത്തോട്ട് പ്രവേശിയെങ്കിൽ മാത്രമേ ഉള്ളൂ കാണാത്ത കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇതിന് ജോഷുവയോട് ദൈവം പറയുകയാണ്, നീ രാവും പകലും എന്ത് ചെയ്യണം? ധ്യാനിക്കണം. എന്നാ നീ ധ്യാനിക്കണമെന്ന് അറിയാവോ? നീ ആ വചനം പറയുമ്പോൾ നിന്റെ ഇമാജിനേഷൻ്റെ അകത്ത് നീ ഓപ്പൺ ചെയ്യണം. ഇപ്പൊ ഉദാഹരണം പറയാം, നിങ്ങൾ എങ്ങനെയാ ചിലപ്പോൾ പലപ്പോഴും വചനം പറഞ്ഞറിയാവോ? കർത്താവേ യഹോവ എൻ്റെ ഇടയനാ, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യൻ എന്ത് ചെയ്യും? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിൻ്റെ അകത്ത് മൊത്തം എന്നറിയോ? കടക്കാരൻ വന്നുകൊണ്ട് ചീത്ത പറയുന്നതും, വീട് ജപ്തി ചെയ്യുന്നതും, രോഗം വന്ന് മരിക്കുന്നതും, പിശാച് പിടിക്കുന്നതും, കുടുംബം തകരുന്നതും, പിള്ളേർ വഴിതെറ്റി പോകുന്നതുമായിട്ടുള്ള ചിന്തകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം ഇടത്തോട്ട് പോകുന്നു, ഉറപ്പ് വലത്തോട്ടും പോകുന്നു. എന്ത് സംഭവിക്കണം? ഞാനതാ പറഞ്ഞത്, ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? കാർ ഓടിച്ചു, എന്നെ അതിശയിപ്പിച്ചു. ലൈസൻസ് ഉള്ള ഞാൻ പേടിച്ച് പറിച്ച് നിൽക്കുമോ? കാര്യം എങ്ങാനും പോലീസ് വിളിച്ചാലോ? അപ്പം ഈ വണ്ടി കൊണ്ടുവന്ന ആള് പറഞ്ഞിട്ട്, ബ്രദറെ ഈ ഗ്രൗണ്ടിൻ്റെ അകത്തോട്ട് ആരും വരത്തില്ല. നിങ്ങൾ അബ്ബാസിയിലൊക്കെ താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം അറിയായിരിക്കും. ആ കോമ്പൗണ്ടിലോട്ട് ബ്രദറെ ആരും പെട്ടെന്ന് വരത്തില്ല.
പക്ഷെ ഈ മനുഷ്യൻ ആ താക്കോല് മേടിച്ചപ്പോൾ ഇയാളുടെ അകത്ത് ആ ഗെയിമിന്റെ അകത്തിരുന്ന ഒരു ഉറപ്പുണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും പാതിരാത്രി ചിലപ്പോൾ ഉറങ്ങാതെ കുത്തിയിരുന്ന് ഗെയിം കളിക്കുമായിരിക്കും ബൈബിൾ വായിക്കേണ്ട സമയത്ത്. എല്ലാ ദിവസവും എല്ലാവരും അന്യഭാഷയിൽ രാത്രി പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇരുന്നുകൊണ്ട് കാർ റേസിംഗ് കളിക്കുക. ആ കാർ റേസിംഗ് കളിച്ച് 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 മനസ്സിന്റെ അകത്തൊരു നല്ല ഡ്രൈവർ എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, റോഡിൽ ഇറക്കി ഓടിച്ചിട്ടില്ല. അവിടെ ആ വണ്ടി എടുത്ത് കാറിന്റെ അകത്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അയാൾ ആ ഗെയിം മുറിക്കാതിരിക്കുന്ന ആളെ പോലെ ആയി തീർന്നു. മനസ്സിന്റെ അകത്ത് ഇദ്ദേഹം ഡ്രൈവറാ. നോക്കിക്കേ, ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടില്ല, പക്ഷെ വണ്ടി മുന്നോട്ട് നീക്കി വട്ടം കറക്കി കൊണ്ടുവന്ന് നിർത്തി. സ്റ്റിയറിംഗിന്റെ ബാലൻസും എല്ലാം കറക്റ്റ് ആയിരുന്നു. ഏത് ഗെയിമാണെന്നും നിന്നെ ചോദിച്ചേക്കാം, എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് ഏകദേശം ഒരു 2017 നടന്ന സംഭവമൊക്കെയാ. നാളെ പോലും ബ്രദറെ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനാണ്, ഏത് ഗെയിമാണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പറയത്തില്ല, ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തുമില്ല. നോക്കി, അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്ത് എങ്ങനെ ഇത് കയറിക്കൂടി? ധ്യാനം. എന്താ ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങളെ, ഇതുവരെ അറിയാത്ത കാര്യങ്ങളെ നമ്മുടെ മനസ്സുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന തലമാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയത്തില്ല, നമ്മൾ ഇന്നലെ കേട്ട രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ, ഞാൻ ഇന്നലെ അത് കുറേ നേരം ഞാൻ പലർക്കും അത് അയച്ചു കൊടുത്തു. ആ സാക്ഷ്യം എത്ര പേര് ഇന്നലെ ആ സാക്ഷ്യമൊക്കെ അയച്ചു കൊടുത്തു? എനിക്കറിയാവുന്ന മിക്കാല് സുഹൃത്തുക്കൾക്ക് ഞാൻ അങ്ങനെ ഞാൻ അയച്ചു കൊടുക്കുന്ന കുറവാണ്. പക്ഷേ കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി യൂട്യൂബിലേക്ക് ഇടുന്നതുകൊണ്ട് ഞാൻ അയച്ചു കൊടുക്കാറില്ല. പക്ഷെ പിന്നെയും ഞാൻ അയച്ചു കൊടുത്തു. കാരണം കർത്താവ് ചെയ്ത ഓരോ അത്ഭുതങ്ങളും, ആ സൗകര്യം വർഷങ്ങളായിട്ടുണ്ടായിരുന്ന സൗകര്യം പറഞ്ഞില്ലേ, ആക്സിഡന്റിൽ ഉണ്ടായിരുന്ന വേദന, മുട്ടിലുണ്ടായിരുന്ന മുഴകൾ അവിടെ അപ്രതീക്ഷമായി പോയി. നമ്മൾ ഒത്തിരി സാക്ഷ്യം ഇന്നലെ കേട്ടു അല്ലേ? അപ്പൊ ഇതെങ്ങനെ സംഭവിക്കുന്നു? ബൗണ്ടറികൾക്കപ്പുറം നമ്മൾ സഞ്ചരിക്കുകയാണ്. നമ്മുടെ വിശ്വാസം സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത ലിമിറ്റേഷനുകളെ ക്രോസ് ചെയ്യാൻ നമ്മുടെ വിശ്വാസത്തിന് കഴിയണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. നോക്കി, ജോഷുവോട് പറയും, നിന്റെ നാവിൽ നിന്നും നീങ്ങിപ്പോകരുത്. നമുക്ക് എന്തുകൊണ്ടാണെന്നറിയാം, ഞാനത് തുടക്കത്തിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ, പലരും പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് ഈ പറയുന്ന ഒരു വാചകം ഞാൻ പറയുമ്പോൾ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇവിടെ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ പോലും പറയും. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ മൊത്തവും ബ്രദറിന്റെ പ്രാർത്ഥനയിൽ ഒന്നുമല്ല. നിങ്ങളുടെ ശ്രദ്ധ മൊത്തവും, നിങ്ങളുടെ മനസ്സിപ്പോഴും കുടുങ്ങിക്കിടക്കുവാണ് പ്രതികൂലത്തിന്റെ അകത്ത്. ആ പ്രതികൂലത്തിന്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല, ഉറപ്പിലോട്ട് കയറി വരാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? നിങ്ങൾ ബൈബിൾ വചനം പറയാഞ്ഞിട്ടോ, പ്രാർത്ഥനയ്ക്ക് പോകാഞ്ഞിട്ടോ, ബ്രദറിന്റെ കൂടെ നിൽക്കാഞ്ഞിട്ടോ, വാക്യം കേൾക്കാഞ്ഞിട്ടോ ഒന്നുമല്ല. നിങ്ങളുടെ ധ്യാനം, മനസ്സ് എന്ത് ചെയ്യുന്നില്ല? ഇമാജിനേഷനിലേക്ക് കയറി വരുന്നില്ല. മനസ്സിന്റെ അകത്ത് വിടുതൽ ഉണ്ടാകുന്നില്ല. മനസ്സിന്റെ അകത്ത് അത്ഭുതം ഉണ്ടാകുന്നില്ല. മനസ്സിന്റെ അകത്ത് കാണാത്ത കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ കാണാൻ പഠിക്കണം നിങ്ങൾ. എങ്ങനെയാ അത് കാണുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. എബ്രായ ലേഖനത്തിന്റെ അകത്ത് ഈ വാക്യം നോക്കി, വിശ്വാസം എന്ന് പറയുന്നതോ ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്ത കാര്യങ്ങൾ നോക്കി, ഇവിടെ പറയണ കാണാത്ത കാര്യങ്ങൾ. അപ്പൊ നിങ്ങളൊരു വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം വന്നിട്ടില്ല, നടന്നിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല. അത് സംഭവിക്കുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഇനി സംഭവിച്ചേക്കുമോ എന്ന് പോലും ചിന്തയില്ല. പക്ഷേ ആ വിഷയം കാണണം. ഒരു ഉദാഹരണം, ഒരു വിഷയം എന്ന് പറഞ്ഞ്, നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വിഷയം ഒന്ന് കണ്ടിട്ടൊന്ന് പറഞ്ഞ്, കാണുന്നവരൊന്ന് പറഞ്ഞ്. രോഗസൗഖ്യം. കൊച്ചിന്റെ വിസ പ്രശ്നം, പാപികൾ രക്ഷിക്കപ്പെടാത്തത്, തലമുറയുടെ വിഷയം, തലമുറകൾ ഭവനം വിട്ടുപോ. കണ്ടോ, ഞാൻ പറഞ്ഞത് ചോദ്യവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടുകൊണ്ട് പറയണം. ഇപ്പം പലരും പറഞ്ഞു, ഇപ്പൊ മോന്റെ ജോലി വിഷയം, വിദേശത്തോട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുക, നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലെ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വാസവുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? കർത്താവേ, എൻ്റെ തലമുറകൾ രാജ്യങ്ങളുടെ നന്മ കാണുമെന്ന് പറയുമ്പോഴേക്കും അവൻ ഫ്ലൈറ്റേ കയറി ആ രാജ്യത്ത് പോയി, മകളോ മകനോ ആയിക്കോട്ടെ, രാജ്യത്ത് പോയി അവൻ ജോലി ചെയ്യുന്നതും നന്മ കാണുന്നതും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നതും ഇമാജിൻ ചെയ്യണം. ഇതാണ് വചനം പറയുന്ന വ്യക്തി ധ്യാനത്തിലോട്ട് കയറി വരുന്നത്.
ധ്യാനത്തിലോട്ട് കയറി വരിക. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഗെയിമുകൾ അഡീഷനുകളാന്ന് പറയാൻ കാരണം? എനിക്കറിയാവുന്ന ഒരു കൊച്ച്, അവനോട് ഞാൻ സംസാരിക്കുന്ന സമയം, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ജയിക്കണം, പരീക്ഷയിൽ ജയിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യും, പിള്ളേരെ കൊണ്ട് പറയും അല്ലേ? നമ്മുടെ ആഗ്രഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ ജയിക്കണം. പക്ഷെ ഇന്നത്തെ തലമുറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജയിക്കണമെന്നല്ല, തോപ്പിക്കണമെന്നാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജയിക്കണമെന്നായിരുന്നു നമ്മൾ പണ്ട് പഠിച്ചല്ലേ. നമുക്ക് സ്കൂളിൽ 10ൽ ജയിക്കണം, +2 ജയിക്കണം, കോളേജിൽ ജയിക്കണം, ഓരോ ക്ലാസ്സിൽ കയറുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹം ജയിക്കണമെന്നാണ്. പക്ഷെ ഇന്നത്തെ തലമുറയുടെ മനസ്സ് മാറി ജയിക്കണമെന്നല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ, തോപ്പിക്കണം, തോപ്പിച്ച് ജയിക്കണം. ഇത് എവിടുന്നാ കിട്ടുന്ന അറിയാവോ? ഗെയിമിന്റെ അകത്തുനിന്നാ. നിങ്ങൾ നോക്കിയാൽ മതി, അവര് കളിക്കുന്ന, ഞാനൊരു ഒരു കൊച്ചിനെ പറയാം, അവൻ എന്തോ 6-7 വയസ്സേ ഉള്ളൂ, അവനെപ്പോഴും ഗെയിമിന്റെ അകത്താ. അവനെപ്പോഴും പറയുന്നത് കൊല്ലുക കൊല്ലുക കൊല്ലുക. അതിൻ്റെ അർത്ഥം ഇവൻ കളിക്കുന്ന ഗെയിമിന്റെ അകത്ത് കൊന്നു ജയിക്കണം. ഇവന് ജയിക്കണമെന്നുള്ള ചിന്തയല്ല, വേറൊരുത്തനെ കൊന്നിട്ട് ജയിക്കണം, വേറൊരുത്തനെ പരാജയപ്പെടുത്തിയിട്ട്. അപ്പം ഇവന്റെ ജീവിതത്തിൽ മൊത്തം ഈ ചിന്തയിൽ അവൻ ജീവിക്കുന്നത്. നിരന്തരമായിട്ടുള്ള ഗെയിമിന്റെ ആ ഒരു അഡീഷന്റെ അകത്ത് നിൽക്കുന്നുണ്ട്. ഇവന്റെ മനസ്സിൽ മൊത്തം എല്ലായിടത്തും തോപ്പിച്ച് ജയിക്കണം. നോക്കിക്കേ, അതൊരു തെറ്റായ ടെൻഡൻസിയാ. അപ്പൊ ഇവന്റെ ഇമാജിനേഷനിൽ മൊത്തവും അവൻ മറ്റുള്ളവരെക്കാൾ ഉന്നതനാകണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും മറ്റൊരാഗ്രഹം കൂടെ എല്ലാവരും തോപ്പിച്ച് ജയിക്കണം. നോക്കിക്കേ, ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആശിക്കുന്നതിന്റെ ഉറപ്പിലോട്ട് നമുക്ക് കയറി വരാൻ പറ്റണം. അതിന് നമ്മൾ ധ്യാനിക്കണം. പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വചനം പറയുമ്പോൾ ആ വിഷയം അത്ഭുതമായി കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് കണ്ടുകൊണ്ട്, ആ പോകുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ വചനം പറയുവാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ അകത്തോട്ടൊരു ഉറപ്പ് പ്രവേശിക്കുകയും ആ ഉറപ്പ് എന്ത് സംഭവിക്കുന്നറിയാവോ? ആ ഉറപ്പാണ് പിന്നെ അത്ഭുതത്തെ കൊണ്ടുവരുന്നത്. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു, പണ്ട് ഞാനൊരു ബുക്ക് വായിച്ച സമയത്ത്, അത് പണ്ട് ഒത്തിരി പറഞ്ഞ സാക്ഷ്യമാണ്, പിന്നെയും പിന്നെയും പറയുമ്പോൾ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് നല്ലതാണ്, നിരന്തരം കേട്ടവർക്ക് ചിലപ്പം അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആ ബുക്ക് വായിച്ചപ്പം അവിടെ ക്യാൻസർ രോഗിയായി ഭാരപ്പെട്ട ഒരു മാതാവിൻ്റെ അനുഭവത്തിൽ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ മക്കളോട് പറഞ്ഞു, അമ്മച്ചീനെ ഇനി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കാര്യമില്ല, മരണം ഏത് സമയത്തും സംഭവിക്കാം. ഡോക്ടർ ഏതോ ഒരു ദിവസം, ഏതോ ഒരു മാസം പറഞ്ഞു ഇത്ര കാലത്തെ അമ്മ ജീവിക്കത്തുള്ളൂ, ഇനി ട്രീറ്റ്മെന്റ് കൊണ്ട് രക്ഷയൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുവെക്കോ. അമ്മയ്ക്ക് മനസ്സിലായി, മകൾക്ക് മനസ്സിലായി. അവസാനം അമ്മച്ചിയെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ചു. അയൽവക്കക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്ത് ചെയ്തു? വിസിറ്റേഴ്സായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ വിസിറ്റേഴ്സ് വരുന്നു, താടിക്ക് കൈ കൊടുത്തുകൊണ്ട് സഹതാപത്തോടെ ആൻറ്റിയെന്നും അമ്മച്ചിയെന്നും ചേച്ചിയെന്നൊക്കെ വിളിച്ചുകൊണ്ട് അവർ പയ്യെ തലോടിയും അവർ സമാധാനിപ്പിച്ചും സഹതാപത്തിൻ്റെ നോട്ടങ്ങളുമായിട്ട് ആൾക്കാരിങ്ങനെ വലിയൊരു ഒഴുക്ക് തുടങ്ങി. ഒരു ദിവസം ആരോ കൊണ്ടുവന്ന് അമ്മച്ചിക്ക് ഒരു ബുക്ക് കൊടുത്തു. ആ ബുക്ക് രോഗസൗഖ്യത്തെ പറ്റി ഒരു ബുക്ക്, ആരോ എഴുതിയൊരു ബുക്കാ. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വെച്ചു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നു, സൗഖ്യം ലഭിക്കുമെന്നല്ല, സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ രോഗിയല്ല, സൗഖ്യമായ വ്യക്തിയാണ് എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങണം. രോഗസൗഖ്യമായവരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പെരുമാറാൻ തുടങ്ങണം. ഈ വാക്ക് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും മരിക്കും എന്ന ഒരു ചാൻസ് നോക്കിയേക്കാം. അമ്മച്ചി എന്ത് ചെയ്യുന്നറിയാവോ? അമ്മച്ചി ഒരു ബുക്ക് മേടിച്ചിട്ട് ആ ബുക്കിൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങി, യേശുവിൻ്റെ ക്യാൻസർ മാറ്റി. ആമേൻ. ഞാൻ വർഷമൊന്നും ഓർക്കുന്നില്ലെങ്കിൽ ഒരു വർഷം അങ്ങ് പറയുവാണ്. 2005 ജനുവരി മാസം ഞാൻ എൻ്റെ മൂത്ത മോളുടെ വീട്ടിൽ പോയി നിൽക്കും. 2006 ഞാൻ എന്ത് ചെയ്യും? ഞാൻ ബാംഗ്ലൂരുള്ള എൻ്റെ ഇളയ മോളുടെ വീട്ടിൽ പോകും. അങ്ങനെ അമ്മച്ചി ഒരു ബുക്ക് എടുത്തുകൊണ്ട്, ഡോക്ടർ 3 മാസമാണ് പറഞ്ഞത്, പക്ഷെ ഒരു വർഷം തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അമ്മച്ചി എഴുതി. ഞാൻ ട്രെയിനിൽ കയറും, ബസ്സിൽ പോകും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, കൂട്ടുകാരിയെ കാണും. അങ്ങനെ വരുന്നവരോടെല്ലാം പറഞ്ഞത്, യേശു എന്നെ സൗഖ്യമാക്കി കേട്ടോ. ആൾക്കാർ ഓറഞ്ച് വാപ്പിളൊക്കെ അവിടെ ഒരു അതിശയം, ഇനി മാറിയോ? ഓരോ ദിവസവും അമ്മച്ചിയുടെ ആരോഗ്യസ്ഥിതി വല്ലാതെ വഷളാകാൻ തുടങ്ങി. പക്ഷെ അമ്മച്ചി അപ്പോഴും പറയാൻ തുടങ്ങി, യേശു എന്നെ വിടുവിച്ചു, യേശു എന്നെ സൗഖ്യമാക്കി. ഇങ്ങനെ പറയാൻ തുടങ്ങി. എൻ്റെ അർത്ഥം അമ്മച്ചി കണ്ണടയ്ക്കുമ്പം കാണുന്നത് സൗഖ്യമായി ട്രെയിനിൽ കയറി പോകുന്നതും, മൂത്ത മോളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതും, പേരക്കുട്ടികളെ കളിപ്പിക്കുന്നതും, ബസ്സിൽ കയറുന്നതും, അങ്ങനെ പല കാഴ്ചകൾ ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. ഇതാണ് ധ്യാനം, ഇതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മുടെ ബുദ്ധിയുടെ ബൗണ്ടറികളെ കടന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ്.
വിശ്വാസത്താൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ മനസ്സ്, ശരീരം, ആത്മാവ് ഇവിടെയൊക്കെയും വിശ്വാസം നിറയുവാൻ തുടങ്ങും. ഇവിടെ നിറയുന്ന വിശ്വാസമാണ് നിങ്ങളിലേക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ അമ്മച്ചി എന്ത് ചെയ്തു? അവസാനം ഓരോ പ്രാവശ്യം ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു വഷളായിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഡോക്ടർ ഞെട്ടി. ക്യാൻസറിന്റെ ഒരു അണു പോലും ഇല്ലാതെ, ഒരു മരുന്ന് പോലും ഇല്ല, മരുന്ന് കൊടുക്കാനില്ല, എൻഡ് ഓഫ് ലൈഫ് അമ്മച്ചി, ഒരു മരുന്നും കഴിക്കാതെ ക്യാൻസർ പൂർണ്ണ സൗഖ്യമായി. അമ്മച്ചി ആ ബുക്ക് എഴുതി വെച്ചിരിക്കുന്ന സകല സ്ഥലത്തും പോയി. കണ്ടോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഈ കാണാത്ത കാര്യങ്ങൾ നിശ്ചയിക്കുവാൻ നമ്മുടെ ബുദ്ധിക്ക് പറ്റത്തില്ല. ബുദ്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചക്ക കൊണ്ടുവന്ന് വെട്ടി ചക്കച്ചോളെല്ലാം വേർതിരിച്ച് ചക്ക വേവിച്ച് നമ്മൾ ആഹാരം കഴിച്ചാൽ ബുദ്ധി പറയും നല്ല ഒന്നാന്തരം ആഹാരമായിരുന്നു. പക്ഷേ ഇന്നേ വരെ പ്ലാവ് കണ്ടിട്ടില്ല, ഇന്നേ വരെ പ്ലാവയിൽ ഒരു ചക്കയും വന്നിട്ടില്ല, അത് വെട്ടാൻ പറ്റിയിട്ടില്ല, ഇതൊന്നും നടക്കാത്തിടത്തോളം കാലം നമ്മുടെ വയറെ നോക്കിയിട്ട് പറയും ഓ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ഒരാഗ്രഹമുണ്ട്. കണ്ടോ? ബുദ്ധിക്ക് അത്രേ പറ്റത്തുള്ളൂ. ബുദ്ധിയെ കവിയുന്ന രീതിയിൽ യാത്ര ചെയ്യുവാൻ കഴിയുന്നയാളാണ് നിങ്ങളുടെ മനസ്സ്. മനസ്സിനെ പ്രോത്സാഹിപ്പിക്കണം. ആത്മാവിൽ വീണ വചനം മനസ്സിലൂടെ ഉറപ്പിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതാണ് ധ്യാനിക്കുന്നത്. ഇതുകൊണ്ടാണ് ജോഷിയോട് പറഞ്ഞത്, നീ രാവും പകലും എന്ത് ചെയ്യണം? ധ്യാനിക്കണം. ജോഷുവയെ, നീ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നടക്കാതെ, അവരിവരും പറയുന്ന കേട്ട് നടക്കാതെ, കാണുന്ന മെഡിക്കൽ റിപ്പോർട്ടെല്ലാം വിശ്വസിക്കാതെ നീ ധ്യാനിക്കണം. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ ഇതുവരെ ഇമാജിനേഷൻ, നിങ്ങളിപ്പം എന്നെ വിളിക്കുന്നല്ല കേട്ടോ, ഏത് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ വിശ്വസിക്കണം ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി തീരും. അങ്ങനെ നിങ്ങളുടെ ഉള്ളത്തിൽ അത് വരാത്തത് കൊണ്ടാണ് വലിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷവും പറയും ബ്രദറെ പിന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണേ. എന്നാ ഓർക്കേണ്ടത്? ഈ വിഷയം. കണ്ടോ? അപ്പൊ ഈ പ്രാർത്ഥിച്ചത് എന്തുവാ? ബ്രദർ പ്രാർത്ഥിച്ചു, അത്ഭുതം നടക്കും എനിക്ക് നല്ല ഉറപ്പാ ബ്രദറെ, എങ്കിലും പോയി തീർന്നു. വെറുതെ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഒന്നും നടക്കാൻ പോടില്ല. കാര്യം നിങ്ങളുടെ വിശ്വാസ കപ്പൽ അവിടെ ഇടിച്ചു മറിഞ്ഞു. നിങ്ങളുടെ വിശ്വാസ കപ്പൽ അവിടെ സ്റ്റക്കായി. അവിടെ ഒന്നും നടക്കത്തില്ല കേട്ടോ പ്രിയരെ, ഞാനുള്ള സത്യം പറയുക. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കാണണം. ഓ ആ അത്ഭുതം നടക്കുന്നു ബ്രദറെ, ഞാൻ ഇപ്പൊ കാണുക ബ്രദറെ, ആ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വചനം പറയുവാൻ. ഇതാണ് ധ്യാനിക്കുന്നത്. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി ഞാൻ നാവെടുത്ത്, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തുന്നില്ല, കെട്ടുകിടക്കുക അവിടെ. ഞാൻ പറഞ്ഞില്ല, തീ കത്തുക എന്ന് പറഞ്ഞാൽ അവിടെ അഭിഷേകത്തിന്റെ അഗ്നി വ്യാപരിക്കുന്നു. ഇതവിടെ സംഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളുടെ വിശ്വാസത്തിൽ വ്യാപരിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാവോ? സ്റ്റക്കായി നിൽക്കുന്നു. മോളുടെ കല്യാണ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇപ്പോഴും പ്രാർത്ഥനാ വിഷയത്തിൽ നമ്മൾ കുടുങ്ങി കിടക്കുക. ഇന്നു മുതൽ മോളുടെ കല്യാണ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തൊന്ന് കണ്ടേ, കല്യാണപ്പന്തലിൽ നല്ലൊരു തക്ക തുണയെ ഒരുക്കിക്കൊണ്ട് നന്നായിട്ട് നിൽക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് വചനം പറയുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ഉറപ്പ് വ്യാപരിക്കുകയും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഉണ്ടാകുകയും അത് അത്ഭുതത്തിലേക്ക് വഴിതിരിക്കും. ഇതാണ് ഫെയ്ത്ത്, ഇതാണ് വിശ്വാസം. ഇതാണ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിശ്ചയത്തിലേക്ക് വരണം. നിശ്ചയത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നത്? കാണണം, കണ്ടുകൊണ്ട് വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ ചെറുപ്പക്കാരന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇന്നേ വരെ ഡ്രൈവ് ചെയ്യാത്ത മനുഷ്യൻ ഒരു ഗെയിമിന്റെ അകത്തിരുന്നു കൊണ്ട്, ഒരു മുറിക്കകത്തിരുന്നു കൊണ്ട്, മൊബൈലിലോ ടി വിയിലോ എന്തു ആയിക്കോട്ടെ, ഒരു വീഡിയോ ഗെയിമിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് താൻ കാർ ഓടിക്കുന്ന ഒരു ഡ്രൈവറെ പോലെ ഇരുന്നു കൊണ്ട് കാറ് തിരിക്കുന്നു, അങ്ങോട്ട് വെട്ടിക്കുന്നു, ഇടത്തോട്ട് തിരിക്കുന്നു, വലത്തോട്ട് തിരിക്കുന്നു, ഓൺ അടിക്കുന്നു, മറ്റേ ആക്സിലേറ്ററിലൊക്കെ ചവിട്ടി വിടുന്നത് പോലെ പുള്ളി ഇമാജിൻ ചെയ്യുന്നു. വണ്ടിക്കൊരു ആക്സിലേറ്റർ ഉണ്ടെന്നും അതിനൊരു ഹോൺ ഉണ്ടെന്നും അതിനൊരു സ്റ്റിയറിംഗ് ഉണ്ടെന്നും അതേ തിരിച്ചാൽ ഇടത്തോട്ട് തിരിയുമെന്നും വലത്തോട്ട് തിരിയുമെന്നും ഒക്കെ മനസ്സിൻ്റെ അകത്തോട്ട് എവിടുന്നൊക്കെ ഒരു ഉറപ്പ് കയറി വന്നു. ഈ ഉറപ്പിൻ്റെ അകത്ത് അദ്ദേഹം എന്ത് ചെയ്തു? കാറ് ഡ്രൈവ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ഒരു 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 കടിഞ്ഞാൺ കണ്ടോ? ശക്തി കണ്ടോ? ഇതാണ് ധ്യാനിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ മനസ്സ് കുടുങ്ങി കിടക്കുക.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവിടെ ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സിനെ പറ്റി, നമ്മുടെ ഹാർട്ട് ബീറ്റിനെ പറ്റി, ബീറ്റ് ചെയ്യുന്ന ഹാർട്ടിനെ പറ്റി അല്ല ഈ പറയുന്നത്, മനസ്സിനെ പറ്റിയാണ് പറയുന്നത്. ഹൃദയം കലങ്ങി പോകരുത്. ഇതിനകത്ത് കലക്കം വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കാതെ വരുന്നത്. ഭാരപ്പെടരുതേ, വഴി ദൈവം തുറക്കും. ഭയപ്പെടരുതേ, ദൈവം കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, നിങ്ങൾക്കത് മനസ്സിലായോ? അതോ പിന്നെ നിങ്ങൾ ഭാരത്തിന്റെ അകത്താണോ ഇരിക്കുന്നത്? മനസ്സിലായി. 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 ആമേൻ. അപ്പൊ ഇന്നു മുതല് കാണണം. ബ്രദറെ ഒന്നും കാണാൻ പറ്റുന്നില്ല, ബ്രദറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, പ്രാർത്ഥിക്കുമ്പം രാത്രി വന്നുകൊണ്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്യുമ്പോഴേക്കും ഇരുട്ടത്ത് പിശാശ് വന്ന് നിൽക്കുന്നത് നമുക്ക് തോന്നാറില്ലേ? ഇത് എവിടുന്ന് വന്നു? ലൈറ്റ് തൊട്ട് നോക്കുമ്പോഴേക്കും അവിടെ പിശാശൊന്നുമില്ല, അവിടെ കട്ടനെ എന്ത് ചെയ്തേക്കുന്ന, തുണി തൂക്കിയിട്ടേക്കുന്ന കണ്ടോ? നമ്മൾ പോലും അറിയാതെ ഒരു പിശാചിനെ അവിടെ സൃഷ്ടിച്ചില്ലേ? ഇരുട്ടത്ത് നടന്നു പോകുമ്പോഴേക്കും ആരോ എൻ്റെ പുറകെ വന്ന് പിടിക്കാൻ വരുന്ന പോലെ തോന്നാറില്ലേ? പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും അവിടെ ഇല്ല, ആരും വന്നിട്ടുമില്ല. ഇമാജിനേഷനാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നു? ഇമാജിൻ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഉപയോഗിച്ചുകൂടെ? ഇതാ വിശ്വാസത്തിൻ്റെ അകത്തൊന്ന് ധ്യാനിച്ചുകൂടെ? പ്രാർത്ഥിക്കുമ്പോൾ അകത്തുണ്ടെന്നൊന്ന് കണ്ടേ. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഈ വർഷം അങ്ങനെ കുറേ അത്ഭുതം കാണാൻ വേണ്ടി പോവാം. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് ധ്യാനം. ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ അകത്തേട്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടായി വരും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിന്നെയും ദൈവം അനുവദിച്ചാൽ എപ്പോഴെങ്കിലും നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ തുടർമാനമായിട്ട് കേൾക്കാം. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എൻ്റെ കൂടെ ഇന്നൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്, യേശുവേ, അങ്ങയുടെ നാമത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഞാനൊരു വീടിന്റെ മുൻവശത്ത് ഒരു കലണ്ടർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കർത്താവ് എന്നെ കാണിക്കുന്നത്. അതായത് ഈ നമ്മുടെ ഓണത്തിനൊക്കെ ഒരു ചുണ്ടൻ വള്ളം ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനറി ഉള്ള ഒരു കലണ്ടർ. അതിങ്ങനെ കലണ്ടർ ഒരു സീനറിയാണത്. കലണ്ടറിന്റെ പോലെയൊക്കെ ഒരു സീനറി ഉള്ള ഒരു ചിത്രം ഒരു വീടിന്റെ അകത്ത് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളത്തിൽ അവിടെ ഒരു പെൺകുട്ടീനെ കർത്താവ് എന്നെ കാണിക്കുക. ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്ന ആ ഭവനത്തിലുള്ള പെൺകുട്ടിയാണ്. അവളുടെ ഭാവിക്ക് വിരോധമായി പൊങ്ങിയിരിക്കുന്ന സകല പ്രതികൂലങ്ങളും ഇന്ന് ഈ നിമിഷം മാറിപ്പോകുന്ന കർത്താവിനോട് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ എന്നെ കേൾക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. ആ മകളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവർത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. പറയാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ മൈക്കുകളെ മ്യൂട്ട് ചെയ്യുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ, നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. യേശുവെ, നന്ദി കർത്താവ്. പറയാനുള്ളവരും മാത്രം മ്യൂട്ട് മാറ്റിയാൽ മതിയെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പം അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സാംകുട്ടിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നാട്ടുണ്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ സാം എന്ന് പറയുന്ന ഒരു മകനുള്ള ഒരു കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും പറയുന്നു. ഇത് രണ്ടും കർത്താവ് കാണിച്ചതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്നവിടെ ഉണ്ടായി വരുന്നതിന് നന്ദി പറയുന്നു. സകല പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സകല പ്രതികൂലങ്ങളും യേശുവിന് അധികാരമുള്ള നാമത്തിൽ അത്ഭുതമായി തീരട്ടെ, നന്മയായി തീരട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന് അധികാരമുള്ള നാമത്തിൽ സകല ബൗണ്ടറികളും ബ്രേക്ക് ചെയ്ത് ആത്മമനുഷ്യൻ യാത്ര ചെയ്യട്ടെ, യേശുവിന്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നോട് ഒരു വാക്ക് പറയുന്നു. എന്റെ മകനാ സാം എന്ന് പറയുന്നത്. ബ്രദർ, എന്റെ മകനാണ് സാം എന്ന് പറയുന്നത്. എന്റെ മകനാണ് സാം. വീട്ടിൽ പറയുന്ന പേരാണ് സാമമ്മ. ശരിക്കുള്ള പേരെന്നാ? അവന്റെ പേര് ബ്ലസ്സൻ എന്നാണ്. സാം എന്ന് അവനെ വിളിക്കുന്നതാണോ? വിളിക്കുന്ന പേര്. ഒരു കണ്ണാടി വെച്ച ആളാണോ ഞാൻ കാണുന്നത്? അതെ അതെ, കണ്ണാടി വെച്ചതാണ്. എന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ആ മകന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു. അവന്റെ ഭാവിയുടെ വാതിൽ തുറക്കട്ടെ. സകല പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നപ്പ.
നന്ദി കർത്താവേ, യേശുവെ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ചാണ്ടി എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാനത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു 4 കോണും കെട്ടിവെച്ചിരിക്കുന്നത് പോലൊരു സ്ഥലം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിനു വേണ്ടി കാണിക്കുന്ന സമയത്ത് ആ വീടിൻ്റെ അകത്ത് 4 കോണും കെട്ടിവെച്ചിരിക്കുന്നത് പോലൊരു അവസ്ഥയ്ക്കകത്താണ്. അതിൻ്റെ അകത്ത് കടന്ന് വട്ടം കറങ്ങുന്നത് പോലെ, ആ സ്ഥലത്ത് കടന്ന് വട്ടം കറങ്ങുന്നത് പോലെ, അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഫലം കായ്ക്കാനും കഴിയാതെ ബ്ലോക്കായി നിൽക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം രക്ഷ പ്രാപിക്കട്ടെ. ഇപ്പോൾ തന്നെ കുരുക്കുകൾ കുടുംബത്തിൽ നിന്ന് മാറട്ടെ. 4 കോണിൽ നിന്നും അടഞ്ഞ വഴികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരുവാൻ കൽപ്പിക്കുന്നപ്പ ആ ഭവനത്തിൻ്റെ മേൽ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു ആ മണ്ണിൻ്റെ മേൽ ഉണ്ടാകുന്ന വിടുതലുകൾ ആ കുടുംബത്തിൻ്റെ മേൽ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ദേശത്തിൻ്റെ മേൽ പരക്കാൻ വേണ്ടി പോവാം. ആ കുടുംബത്തിൽ 2 തലമുറകളെ സ്വർഗത്തിലെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ആ തലമുറകളുടെ അനുഗ്രഹത്തെ ആ കുടുംബം കാണാൻ വേണ്ടി പോകുന്നു. അവർക്കെതിരെ പറഞ്ഞ സകലരും കാണുക ദൈവം വളർത്താൻ വേണ്ടി പോകുന്നത് പറയുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചാട്ടെ. ആമേൻ പറഞ്ഞതിനെ കൈക്കൊണ്ടാട്ടെ. ദൈവം പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ കൈവച്ചിട്ട് പറഞ്ഞ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമകത്തോട് ഇന്നലെ പോലെ ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാ. ഈ നിമിഷം ആ രോഗത്തിന്റെ മേലെന്ന് കൈവച്ച് കർത്താവിന്റെ മുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എൻ്റെ ഉള്ളത്തിലൊരു കോമളം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്. ഇനി കോമളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ കുടുംബത്തിലൊരു മകളെയും മകനെയും കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോമളത്തിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മകളെയും മകനെയും കാണിക്കുന്നുണ്ട്. ആ കുടുംബത്തിൽ 2 പേരുടെയും ഭാവിയെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തലമുറകളെ തൊടുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്ന പറയാൻ വേണ്ടിയാണ് മാറ്റിയത്. അതെ അതെ, ഇവിടെ പച്ചക്കറി കൊണ്ടുവരുന്ന ഒരു സിസ്റ്ററാണ് കോമളം. അവരുടെ മോക്ക് ക്യാൻസർ ആയിട്ടിരിക്കുക. അങ്ങനെ ഭയങ്കര പ്രയാസത്തിലാ അവര്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വെച്ചിട്ട് എന്നിട്ട് പറയണം കർത്താവ് അത്ഭുതം ചെയ്തു, ഒരു പ്രാർത്ഥനയെ കേട്ടതാണ്, ദൈവം തൊടാൻ വേണ്ടി. ഞാൻ ബ്രദറിന്റെ പ്രാർത്ഥനയൊക്കെ എപ്പോഴും അവർക്ക് ഇട്ടുകൊടുക്കും, അവരത് കേൾക്കുന്നുണ്ട്. അവരോട് ഇന്ന് തന്നെ പറയണം, ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് വിശ്വസിച്ചു ആ ക്യാൻസർ യേശു മാറ്റി സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞാണ് കേട്ടോ. യേശുവേ നന്ദി കർത്താവ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് ആ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരുന്നല്ലോ അപ്പ. വലിയ അത്ഭുതം അവിടെ ഉണ്ടാകുന്നല്ലോ. ആരാധന യേശു. ഇപ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കൈ വെച്ച് ഇന്നിനെ കർത്താവ് ഈ ജോയിന്റ്, ശരീരത്തിൻ്റെ അകത്ത് ജോയിന്റ് പെയിനുകൾ ഈ നിമിഷം സൗഖ്യമായിക്കൊണ്ടിരിക്കുക. കൈയെടുത്ത് വെച്ചിട്ട് പറ, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത്ഭുത സൗഖ്യം ശരീരത്തിൻ്റെ മേലേക്ക് നിറയുക. അത്ഭുത സൗഖ്യങ്ങൾ ശരീരത്തിന് ഇപ്പം തന്നെ പെയിനുകൾ, വേദനകൾ വിട്ടുമാറുന്നത്, രോഗങ്ങൾ വിട്ടുമാറുന്നത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ഉള്ളത്തിൽ കാണിക്കുക. ശരീരത്തിൻ്റെ മേൽ നിന്നും മുഴകൾ മാറി, ചില പാടുകൾ വിട്ടുമാറുന്ന കാഴ്ചകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നപ്പ. കർത്താവെ നന്ദി കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. യേശുവെ നന്ദി കർത്താവെ, യേശുവെ നന്ദി കർത്താവെ. ഞാനൊരു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ സോദരൻ എന്ന് പറയുന്ന, സോദരൻ എന്ന് പറയുന്ന, ഞാൻ ഇങ്ങനെ ഒരു കേൾക്കുന്ന സോദരൻ, ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേരാണ് ഞാൻ കേൾക്കുന്നത്. വിളിക്കുന്നത് പോലെ ഞാൻ കേൾക്കുവാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. സാമ്പത്തിക കുരുക്കുകൾ അഴിഞ്ഞു പോകുന്നതായിട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുകയാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് വലിയൊരു വാതിൽ തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ വിശാലത തുറന്നു വരട്ടെ.
നന്മ തുറക്കട്ടെ. സകല പ്രതികൂലങ്ങളും നീങ്ങി ദൈവത്താലുള്ള സമാധാനവും സന്തോഷവും കുടുംബത്തിന് മേൽ തുറന്നു വരട്ടെ. ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ മഹത്വം എന്നവിടെ തുറക്കുന്നല്ലപ്പ. നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. യേശുവേ നന്ദി കർത്താവെ. ഞാനൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഒരു ഭവനത്തിന് വേണ്ടി കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭവനത്തിൻ്റെ അകത്തോട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച 1992 എന്ന് പറഞ്ഞൊരു കാലഘട്ടമാണ് എന്നെ കാണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെ ആ കാലഘട്ടത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മോളെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മോളുമായിട്ട് ബന്ധപ്പെട്ട ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുമ്പോൾ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുന്നു. വീടിൻ്റെ മുൻവശത്ത്, അതായത് വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ ഒരു പ്ലാവ് നിൽക്കുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ഒരു വീടിൻ്റെ വലതുവശത്തായിട്ട് തന്നെ ഒരു 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 വീടിനെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വീടിൻ്റെ അകത്ത് ആ കുടുംബത്തിന് 2 ആൺ തലമുറകളുള്ള ഒരു കുടുംബമാണ് ഞാൻ കാണുന്നത് വീടിൻ്റെ വലതുവശത്ത്. ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കാണുന്നത് ആ മകളുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയൊരു തടസ്സമായി കയറിക്കൂടി പിന്നീട് വളർച്ചയിൽ ഈ ഒരു സമയം വരെ പല ജീവിത സാഹചര്യത്തിൻ്റെ അകത്തും ആ കുടുംബത്തിൻ്റെ അകത്ത് ഒത്തിരി പ്രതികൂലങ്ങളോടെ കടന്നുപോയി. എന്നാൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു വിടുതലിനെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ആ ഭവനം ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അത്ഭുതത്തെ സ്വീകരിച്ചോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ പറ്റിയത് അത് എന്റെ വീടിന്റെ മുൻവശത്ത് ഒരു പ്ലാവുണ്ട്. എന്റെ വീടിന്റെ വലതുവശത്തുള്ള ഒരു കുടുംബം, അവരുടെ 2 തലമുറകളുണ്ട്, ആൺമക്കള്. പക്ഷെ അവര് ഞങ്ങളെ ഒത്തിരി മന്ത്രവാദമൊക്കെ ചെയ്ത് എന്റെ കുഞ്ഞിനെ ഒത്തിരി മന്ത്രവാദമൊക്കെ ചെയ്ത് എന്റെ മോൾക്ക് അവിടെ നവംബർ മാസമായിട്ട് നവംബർ എന്ന് പറഞ്ഞൊരു മാസം ഞാൻ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. നവംബർ എന്നുള്ളൊരു മാസം ഈ ഒരു പ്രാർത്ഥന സമയത്ത് ഈ ഭവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ആ ഒരു മാസത്തിൽ കേൾക്കുന്നുണ്ടോ? ആ മാസത്തിൽ പറഞ്ഞു. എന്റെ മോടെ 2 ആൺപിള്ളേരുണ്ട്. അവര് നവംബർ മാസത്തിലുള്ളതാ ബ്രദറെ. അത് എന്റെ വീടിന്റെ ഫ്രണ്ടിലും ഒരു പ്ലാവുണ്ട്, 10 വയസ്സത്തെ വീടുണ്ട്. ഈ പറഞ്ഞ അടയാളങ്ങൾ ഈ പറഞ്ഞ മാസത്തിലുള്ള ജനനം ഏതാളുടെ അത്? എന്റെ മോടെ കുഞ്ഞുങ്ങള് 2 പിള്ളേരത് നവംബർ മാസത്തിലുള്ളതാ ബ്രദറെ. ഈ പറഞ്ഞ മോളുടെ കാര്യമാണോ പറഞ്ഞത്? 1992 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് 92 കാലഘട്ടം കാണിക്കൊണ്ടിരുന്നത്. മനസ്സിലായി? 92 കാലഘട്ടമാണ് പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ ഈ വീടിന്റെ വലതു ഭാഗത്തുള്ള കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. ഈ മാസത്തിൽ ജനനമുള്ള ഒരു വ്യക്തിയെ, കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചത്. അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് എന്ന വിഷയത്തിന്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നപ്പ. അസാധാരണമായ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ. സകല പ്രതിസന്ധികളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. അനർത്ഥങ്ങൾ വിട്ടൊഴിയട്ടെ. യേശുവേ നന്ദി കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഞാൻ കർത്താവ് എന്നൊരു ഭവനം കാണിക്കുകയാണ്. വീടിന്റെ പുറകുവശത്തായിട്ട് പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു ടോയ്ലറ്റ്, പറമ്പിന്റെ പുറകുവശത്തായിട്ട്. ഇപ്പൊ ആ ടോയ്ലറ്റ് ഒന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല, വീടിന്റെ പുറകുവശത്താണ് ഉള്ളത്. പക്ഷെ അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അത് അവശിഷ്ടങ്ങൾ മാത്രമായിട്ടാണ് കിടക്കുന്നത്. വീടിന്റെ ഒരു പുറകുവശമാണ് ഞാൻ കാണുന്നത്. ആ വീടിന്റെ പുറകുവശം ഞാൻ കാണുന്ന, അതായത് പുറകുവശം കാണുന്ന സമയത്ത് തന്നെ ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഒരു വസ്തുവിൻ്റെ മേൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന ഒരു മേഖല. അതായത് ആ വസ്തുവിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ഒരു സമയങ്ങളിൽ അതെങ്ങനെയും കയ്യിൽ നിന്ന് പോണം, ഇതൊന്ന് മാറ്റി അതിൻ്റെ അകത്തൊരു ഇതിന്ന് ഇവിടുന്നൊക്കെ ഒന്ന് മാറണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്. ദൈവം നിങ്ങളെ അതിൻ്റെ അകത്ത് മാനിക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ ഭാരത്തോടെ അല്ല ഇരിക്കേണ്ടത്. പിന്നെ പറയണം കർത്താവിനെ, ഞാൻ ഇവിടുന്ന് മാറിയാൽ ഞാൻ രക്ഷപ്പെടുന്നല്ല പറയേണ്ടത്, ഞാൻ അവിടെ തന്നെ അനുഗ്രഹമായി തീരുവെന്ന് പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങളെ ദൈവം അവിടെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഈ അടയാളമാണ് കർത്താവ് എന്നെ കാണിച്ചത്. പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയെങ്കിൽ? ഹലോ ബ്രദറെ, എന്റെ വീടിന്റെ പുറകില് ഒരു ബാത്റൂം ഇങ്ങനെ പോയി കിടക്കുവാണ് ബ്രദറെ. ഈ പറഞ്ഞ സിസ്റ്ററുടെ വീടിന്റെ പോലെ കിടക്കുന്നത്
ഞാൻ കാണുന്ന ഒരു അതെ. കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പറമ്പിന്റെ അകത്ത് ഒരു തെങ്ങ് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. അതായത് അതായത് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് ഒരു തെങ്ങ് കാണാം. അങ്ങനെ ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേൽ ഏറ്റെടുത്തോണം. ദൈവം അത് അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാനത് ബ്ലസ് ചെയ്യുന്നപ്പോ കർത്താവിന്റെ മോനെ, ഈ സാക്ഷ്യമായ ഭവനം പറഞ്ഞ ദൈവം അടയാളം തകർത്താലും മുഴുവനും എന്റെ ഭവനത്തില് എന്റെ ബാത്റൂം ഉപയോഗമില്ലാതെ കിടക്കാന്ന് അവിടെ ഒരു തെങ്ങുണ്ട്. ഈ വസ്തുവാണ് ഞങ്ങളെ ഉപയോഗിക്കാത്ത തരത്തിൽ ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കാൻ നോക്കുന്നത്. ഈ വസ്തുവിൽ മോൻ പറഞ്ഞ പോലെ ഇപ്പൊ 3ാമത്തെ ആലോചനയാണ് മോനിപ്പ പറയുന്നത്. ഏറ്റെടുത്ത യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഇന്ന് എൻ്റെ അത്ഭുതമാണ്. രോഗത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വേദനകൾ നിങ്ങളുടെ ശരീരം വിട്ട് ഇപ്പോൾ തന്നെ മാറിപ്പോകുന്നു. യേശുവിന്റെ മുറിവിനാൽ കണ്ണടച്ച് എന്നിട്ട് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വേദനകൾ, ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറിപ്പോകുന്നു. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു നിങ്ങളുടെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ വേദനകളെ വഹിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ വേദനകളെയും എൻ്റെ രോഗത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതുകൊണ്ട് എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഞാൻ ഇരിക്കും. ഈ നിമിഷം തന്നെ, ഇപ്പോൾ തന്നെ കർത്താവെ, ഞാൻ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പ വേദനകൾ വിട്ടുമാറട്ടെ, വേദനകൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത വിടുതൽ സംഭവിക്കുന്നല്ലോ, അത്ഭുത സൗഖ്യം സംഭവിക്കുന്നല്ലോ. യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ശക്തി വ്യാപരിക്കുന്നല്ലോ. അങ്ങയുടെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങയുടെ തിരുമുറിവിനാൽ അത്ഭുതം സംഭവിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ അങ്ങ് തൊട്ട് വിടിവിക്കുന്ന കൃപയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ കൈവച്ചിട്ട് നോക്കിക്കേ. ആരെങ്കിലും രോഗത്താലോ വേദനയാലോ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. ഒന്ന് ചെക്ക് ചെയ്തിട്ട് രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈവച്ചിട്ട് പറ, യേശുവിന്റെ രോഗത്തെ വഹിച്ചതാ, കർത്താവിൻ്റെ വേദനകളെ ചുമന്നതാ, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എണീറ്റ് ഒന്ന് ചെക്ക് ചെയ്തേ, ആ വേദനകളൊന്ന് ചെക്ക് ചെയ്തേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് തൊട്ടിരിക്കുന്നല്ലോ. യേശു അങ്ങ് തൊട്ടിരിക്കുന്നല്ലോ. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നല്ലോ അപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്, അത്ഭുതം ഞങ്ങളുടെ അവകാശമാണ്, സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്, സമൃദ്ധി ഞങ്ങളുടെ അവകാശമാണ്, ഉയർച്ച ഞങ്ങളുടെ അവകാശമാണ്, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഞങ്ങളുടെ അവകാശമാണ്. അപ്പം ഈ നിമിഷം തന്നെ കർത്താവെ, അങ്ങ് ശരീരത്തെ തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് വേദന മാറിയെന്ന് ഉറപ്പുള്ളവരുന്ന് ചെക്ക് ചെയ്തവരുണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റിയിട്ട് ഇപ്പം പറയാം. സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. എന്റെ കൈമുട്ടിന്റെ ജോയിന്റിന് ഇന്നലെ എനിക്ക് ആ സൗഖ്യം കിട്ടിയിരുന്നു. പക്ഷെ എനിക്ക് പറയാൻ എന്തോ ഒരു ഇത് തോന്നി, നാളെ ഈ സമയം വരെ ഒന്ന് നോക്കാം, എന്നിട്ട് വേദന ഇല്ലെങ്കിൽ പറയാന്ന് ചോദിച്ചു. ഞാൻ ഇപ്പൊ എനിക്ക് ഇതുവരെയും വേദന വന്നിട്ടില്ല. കൈന്റെ ഉള്ളിൽ ഇങ്ങനെ എല്ല് പൊളിഞ്ഞ വേദനയും ഉണ്ടായിരുന്നു, കൈമുട്ടിന്റെ ജോയിന്റും ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ ഇല്ല, എനിക്ക് ഒട്ടും ഇല്ല. എത്ര നാളുടെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ വേദന? ഇതിപ്പോ 2-3 മാസമായി എനിക്ക് കൈയിന്റെ ഉള്ളില് വിങ്ങിയുള്ള വേദന തുടങ്ങിയിട്ട്. ഇപ്പൊ ആ വേദന അവിടെ ഇല്ല. ഇല്ല. ഓ കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ബ്രദറെ, ഇന്നലെ എനിക്ക് പൂർണ്ണമായിട്ട് കാലിനൊക്കെ സൗഖ്യം തന്നു. ഇന്നൊരു 2 മണിയായപ്പം പിന്നെ അങ്ങോട്ട് പനി തുടങ്ങട്ടെ. ഫുൾ ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി പെയിൻ, അതുപോലെ സഹിക്കാൻ വയ്യാത്ത ശരീരത്ത് വേദന. ഞാനിപ്പോ ഇവിടുന്നുകൊണ്ട് ബ്രദർ പറഞ്ഞ വചനം കേട്ടിട്ട് ഞാൻ അത് നമ്മുടെ ഇമാജിനിൽ കണ്ടു. കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. അതുപോണൊക്കെ ശരീരത്ത് ഫുള്ള് വേദനയായിരുന്നു, ടെമ്പറേച്ചറും ഉണ്ടായിരുന്നു. കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ദൈവത്തിന് നന്ദിയുണ്ട്, സ്തോത്രം. ഇപ്പൊ വേദന ഇല്ല സിസ്റ്റർക്ക്? ഇല്ല, ഫുള്ള് ശരീരത്തിൽ നിന്ന് വേദന മാറി. എന്നോട് പറഞ്ഞില്ലേ, ഇപ്പൊ ഇമാജിൻ ചെയ്ത് അതെനിക്ക് വേദന പോയിരിക്കുക, സ്തോത്രം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ എന്തോ ഒരു ശരീരത്തിൽ നല്ലൊരു കുളിർമ മാതിരി ശരീരത്തിൽ വന്നിട്ട് അതങ്ങ് ഇപ്പോ ഒന്നുമില്ല. ഭയങ്കര പനിയായിട്ട് നല്ല ഫുൾ ബോഡി പെയിൻ ആയിരുന്നു. കർത്താവേ, ഇന്ന് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. സിസ്റ്റർ പറഞ്ഞോളൂ തന്നെ വേദന ഉണ്ടായിരുന്നപ്പോ തന്നെ ഇന്ന് കേട്ട വചനം പോലെ ഇമാജിൻ ചെയ്തു സൗഖ്യമായെന്ന്. സൗഖ്യം കർത്താവ് കൊടുത്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ
ഗോഡ് ആമേൻ ബ്ലെസ് യു ആമേൻ സിസ്റ്റർ. ആമേൻ. ആമേൻ താങ്ക് യു ആമേൻ. സിസ്റ്റർ, താങ്ക് യു. പറഞ്ഞു. എനിക്ക് സൗഖ്യം കിട്ടി കേട്ടോ. എനിക്ക് ലെഫ്റ്റ് എന്റെ ഈ ഹിപ്പിന്റെ വശത്ത് ഒരു മാസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ എപ്പോഴും എന്നും ബ്രദർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേന് എനിക്കിപ്പോ വേദനയില്ല. താങ്ക് യു. ഒരു മാസമായിട്ട് സിസ്റ്റർക്ക് വേദനയായിരുന്നു, പക്ഷെ പ്രാർത്ഥിച്ച ശേഷം ഇപ്പൊ ഒട്ടും വേദനയില്ല അല്ലേ? ഒട്ടും വേദനയില്ല. കർത്താവ് എന്ന് തൊട്ട് സൗഖ്യമാക്കി ഇറക്കി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നേ. പറഞ്ഞു. എനിക്ക് ഭയങ്കര കൊറോണയ്ക്ക് ശേഷം ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നേ. ആസ്മ കൂടിയിട്ട് ഓക്സിജൻ ഒക്കെ തന്നു ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇന്നലെ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എന്റെ ശ്വാസം മുട്ടൽ മാറ്റണേ, ദൈവം ശരീരത്തിൽ വായിച്ചാണ്. ഈ ഇന്നലെ തൊട്ട് എനിക്ക് ഒരു ശ്വാസം മുട്ടലില്ല. ശ്വാസമൊക്കെ നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. എത്ര നാട് ബുദ്ധിമുട്ടായിരുന്നു ശ്വാസം മുട്ടല്? കൊറോണയ്ക്ക് ശേഷമായിരുന്നു എനിക്കിങ്ങനെ ഭയങ്കര ശ്വാസം മുട്ടൽ. കഴിഞ്ഞ വർഷം കോവിഡിന് ശേഷം. അപ്പൊ പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ സെപ്റ്റംബറിൽ ICUലൊക്കെ ആയിരുന്നു. ഭയങ്കര സീരിയസ് ആയിരുന്നു. ഹാർട്ടിനും ലങ്സിനൊക്കെ കയറി പിടിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര എനിക്ക് ശ്വാസം ഭയങ്കര പാടായിരുന്നു. ഇന്നലെ തൊട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ശ്വാസം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓ സ്വോത്രം, ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞ കാര്യം. നിങ്ങൾ ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് ശ്വാസം നല്ല നോർമലായിട്ട് പോകും. നിങ്ങൾ അടച്ചു നോക്കിയ കരളിലും ഒക്കെ. കിഡ്നിക്ക് എവിടെ പിടിച്ചത് സിസ്റ്റർക്ക് അത് ബാധിച്ചത്? ലെങ്സിനും ഒക്കെ ബാധിച്ചെന്നാ പറഞ്ഞല്ലേ? ഓ സ്വോത്രം. ലെൻസിനും ഹാർട്ടിനും കയറി പിടിച്ച് കോവിഡ് വലിയ വിഷയമായതാണ്. അതിനുശേഷം ഇത് ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടായിരുന്നു. അത്രത്തോളം ഭാരപ്പെട്ട ആളാണ്. പക്ഷെ ഈ കർത്താവ് യേശുവിന്റെ രോഗസൗഖ്യത്തെ സ്വീകരിച്ചു. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ കിടന്ന ആളെന്ന് ഓർത്തോണം. ഇത്രയും നാൾ അത് അനുഭവിച്ച ആളാണ്. പക്ഷെ യേശു തൊട്ടു. ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ ഇടയാ തീർന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇത് അനേകരോട് പറയണം. യേശു എന്നെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളെയും വിടുവിക്കുമെന്ന് ധൈര്യത്തോടെ പറയണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു ഞാൻ പറയട്ടെ? പറഞ്ഞു പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു പറയട്ടെ ബ്രദറെ? പറഞ്ഞു പറഞ്ഞു ധൈര്യമായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മോൾക്ക് തലവേദനയായിരുന്നു. മൈഗ്രെയിന്റെ തലവേദന. പക്ഷെ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പം അത് മാറിപ്പോയി. ഞങ്ങള് ബ്രദറിനെ കാണാൻ കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഞാനും എന്റെ മോളും. അപ്പം അവൾക്ക് UK പോകാൻ വേണ്ടി അവള് UET ഒക്കെ പാസ്സായി. അത് പഠിക്കാൻ വേണ്ടിയിരുന്നപ്പോ കുഞ്ഞിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് ഞാൻ ബ്രദറിന് പറഞ്ഞായിരുന്നു. ബ്രദറിന് ഓർക്കണ്ടോന്ന് അറിയില്ല. അപ്പം വീണ്ടും കൊച്ച് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. ബ്രദർ ആലോചന പറഞ്ഞായിരുന്നു, ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇന്നിപ്പം ഞങ്ങൾ ഒരു താൽക്കാലിക ജോലിക്ക് വേണ്ടി ജോലി ഇല്ലാതെ പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്ന് ജോലിക്ക് കയറി. പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ജോലിക്ക് ഇതുവരെ കയറിയില്ലായിരുന്നു. ഇപ്പൊ വീണ്ടും കൊച്ചു ജോലിക്ക് കയറാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ ചോദിച്ചപ്പം ഈ 6 മാസത്തേക്ക് ആർക്കും OETയുടെ വന്നതുകൊണ്ട് അവർക്ക് ജോലി കിട്ടാൻ പാടായിരുന്നു. ഇപ്പൊ ഇന്ന് ഞങ്ങൾ മെഡിസിറ്റിയിൽ ജോലിക്ക് പോയി. ഞാന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. 10-72 പേരുണ്ടായിരുന്നു. അതിൽ കുഞ്ഞിനെ സെലക്ട് ആയി. വചനം പറഞ്ഞു. ഞാൻ വെളുപ്പിനെ 3:15 തൊട്ട് വചനം പറഞ്ഞു, ബൈബിളും വായിച്ചുകൊണ്ടിരുന്നു. കൊച്ചു ഇന്റർവ്യൂ നടന്നപ്പോ എല്ലാം ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ അത്ഭുതം ദൈവം ചെയ്തു. കുഞ്ഞിന് ഇന്റർവ്യൂ പാസ്സായി. തീർച്ചയായിട്ടും സിസ്റ്റർ വലിയൊരു കാര്യം തന്നെയാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. അത് മൈഗ്രെയിന്റെ ബുദ്ധിമുട്ടായിട്ട് ഒത്തിരി നാള് ഭാരപ്പെടുന്ന എനിക്ക് ഓർക്കുന്നുണ്ട് സഹോദരി. പക്ഷെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ രാജ്യങ്ങളുടെ നന്മ വാക്തത്വമാണ്. ഇതൊരു ചെറുത് മാത്രമാണ്. ദൈവം അത് തുറക്കും. ആ മൈഗ്രെയിൻ സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. ആ ഡോർ ദൈവം തുറന്ന് കൃപയ്ക്ക് നന്ദി. ഇനിയും കർത്താവ് സിസ്റ്റർ ഇപ്പൊ അതും പറഞ്ഞു കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇനി ഉണർന്നിരുന്നും പ്രാർത്ഥിക്കും. കർത്താവ് എന്നെ ശക്തീകരിക്കുന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അത് സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റിയിരിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബ്രദറെ, എന്റെ വയറിന്റെ അകത്ത് വലിയൊരു മുഴയാണ്. നാളെ സ്കാനിങ് എടുക്കാൻ പോവാണ്. ഓപ്പറേഷൻ പറഞ്ഞേക്കോ. എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഞാൻ ആകെ ബുദ്ധിമുട്ടായിട്ട് വീട്ടിൽ ഇരിക്കുവാണ്.
സിസ്റ്റർ കൈ വെച്ച് ഇപ്പൊ തന്നെ പറഞ്ഞോണം, കർത്താവ് എൻ്റെ ഈ മുഴ ക്രൂശിൽ വഹിച്ചതാണ്, കർത്താവിന്റെ മുറിവിനാൽ എൻ്റെ മുഴ മാറിയിരിക്കുന്നു, ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഞാൻ അത്ഭുതം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കോ. അവിടെ ചെല്ലുമ്പോൾ വലിയ പ്രവൃത്തി അവിടെ കാണും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം ബ്രദറെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യമുള്ളവര് ഈ സമയത്ത് പറഞ്ഞാട്ടെ. പറഞ്ഞു സാക്ഷിയാണ്, കേൾക്കത്തില്ലേ? പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ലേ 4 വർഷം കെട്ടിയിടച്ചെന്ന്. ഫ്രണ്ട് വശം എന്റെ വീടാണ്. എന്റെ ഫ്രണ്ട് വശം ഞാൻ മതില് കെട്ടിയായിരുന്നു. 3 സൈഡും വേറൊരാളിന്റെ വസ്തുവാണ്. അവര് 3 സൈഡും എന്റെ വീട്ടിനൊപ്പം പൊക്കത്തിന് മതില് കെട്ടി നിർത്തിയിരിക്കുകയാണ്. എല്ലാരും ചോദിക്കാം അതെന്തിന് ഇങ്ങനെ കെട്ടിയെന്ന്. ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണെന്ന്. എന്തായാലും അവർ വസ്തു ചോദിച്ചായിരുന്നു, എന്നിട്ട് കൊടുക്കാത്തത് കൊണ്ട് അവര് കെട്ടിയതാണ്. പിന്നെ രണ്ടുപേരും അത് യേശുവിന്റെ നാമത്തിൽ സ്ട്രേറ്റ് എടുത്തോ. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് അത് മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പറഞ്ഞു. ആലോചന ചാണ്ടി എന്ന് പറഞ്ഞ ഒരു അപ്പച്ചന്റെ വീടിന്, അത് എന്റെ വീടാണ്. അത് ഇതുപോലെ ഹലോ പറഞ്ഞു. ഹലോ ചാണ്ടി എന്ന് പറഞ്ഞ ഒരു അപ്പച്ചന്റെ വീടിനെ പറ്റി ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. അത് ഇതുപോലെ 4 വശവും കെട്ടി എല്ലാ സാമ്പത്തിക കുരുക്കി കെടുത്തിയിരിക്കുന്ന ഒരു വീടിന് ഒരു വിടുതല തരുന്നെന്ന് മുമ്പേ പറഞ്ഞായിരുന്നു. അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അപ്പച്ചന്റെ പേര് ചാണ്ടി എന്നായിരുന്നു. ഏറ്റെടുത്തോ. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ദൈവം അത്ഭുതമാക്കി മാറ്റും. പറഞ്ഞു. പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, എന്റെ മോള് ജർമ്മനിക്ക് പോകാനായിട്ട് ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ 8-9 മാസം മോള് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എക്സാം അവൾക്ക് ഒരു എക്സാം ഫെബ്രുവരി മാസം പൂനെ വെച്ച് നടന്നു. അപ്പൊ അതിന് അവൾക്ക് അത് 2 പാസ്സായി. പിന്നെ രണ്ടാമത്തെ എക്സാം മാർച്ച് 10 ഡൽഹിയിലായിരുന്നു. ഡൽഹി വെച്ച് 2 ഉണ്ടായിരുന്നു. ഒന്ന് റൈറ്റിങ്ങും ഒന്ന് സ്പീക്കിങ്ങും ആയിരുന്നു. ഒന്ന് രാവിലെ 11:30-ക്കും ഒരെണ്ണം വൈകിട്ട് 3:30-ക്കും ആയിരുന്നു. അപ്പൊ ഈ 11 മണിക്കുള്ള എക്സാം എഴുതിയിട്ട് മോൾ എന്നെ വിളിച്ചിട്ട് ഒരുപാട് ഒത്തിരി കരഞ്ഞു പറഞ്ഞു, മമ്മി ഞാൻ പഠിച്ചതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കെല്ലാം ഞാൻ മറന്നു പോവുമായിരുന്നു, എനിക്ക് എഴുതാൻ പറ്റിയില്ല. എങ്കിലും അവള് പരീക്ഷ കഴിഞ്ഞ് പേപ്പർ കൊടുത്ത സമയത്ത് അവള് പറഞ്ഞ് എന്നെ സെക്ഷനാക്കുന്ന പറഞ്ഞാൽ സകലത്തിനും മതിയായവളായിരിക്കുന്നു പറഞ്ഞ അവള് പേപ്പർ കൊടുത്തത്. ഞാൻ പറഞ്ഞു, മോളെ ദൈവം നോക്കിക്കോളൂ, നീ ഭാരപ്പെടണ്ട. പിന്നെ വൈകിട്ട് 3:30-ക്കുള്ള എക്സാം കഴിഞ്ഞപ്പോഴും അതും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി സ്പീക്കിങ്ങിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല മമ്മി, ഭയങ്കര പാടായിരുന്നു, ഒന്നും എഴുതാൻ പറ്റില്ല, ഭയങ്കര കരച്ചിലുമായിരുന്നു. അപ്പൊ പിന്നെ മോളോട് വന്നതിന് ശേഷം ഞങ്ങള് അവിടെ വിജില സിസ്റ്ററെ വിളിച്ച് ഞാൻ ഈ വിഷയം പറഞ്ഞു. സിസ്റ്റർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് യെശയ്യാവ് 60-ന്റെ 5, 61-ന്റെ 9 വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ. അപ്പൊ ഇന്നലെ മോളുടെ റിസൾട്ട് വന്നു. ഇന്നലെ റിസൾട്ട് ഉച്ചയായപ്പോൾ വന്നു. മോക്ക് റൈറ്റിംഗ് കിട്ടി, സ്പീക്കിംഗ് പോയി. എങ്കിലും കർത്താവ് ഞങ്ങൾക്ക് കർത്താവ് തന്നതിന് കർത്താവിന് കോടാനുകോടി നന്ദി കരയേറ്റുക. എങ്കിലും ദൈവത്തിനൊരു ഉദ്ദേശം കൊണ്ട് കർത്താവിന്റെ ഹിതം എന്താന്ന് വെച്ചാൽ അതുകൊണ്ട് ആവട്ടെ. അവള് ഭയങ്കര കരച്ചു മാറ്റി. അതുകൊണ്ട് കിട്ടാൻ ഞങ്ങൾക്ക് ഭയങ്കര ഭാരവും ഇത്തിരി കരഞ്ഞു മോള്. കരഞ്ഞിട്ട് വിഷമത്തോടെ ഇരുന്ന് പിന്നെ ഞാൻ വിളിച്ച് വിവരം പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു ഭാരപ്പെടേണ്ട, അവള് ഈ വർഷം തന്നെ അവള് ജർമ്മനിക്ക് പോവും, നിങ്ങൾ ഭാരപ്പെടേണ്ട, കർത്താവ് അത്ഭുതം ചെയ്യും. ഞങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവർക്ക് ഇനി അത് കർത്താവ് അത് അത്ഭുതമായിട്ട് മാറ്റി സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ ഇത് പറഞ്ഞോണം. കർത്താവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങളുടെ നന്മ കാണും. ഇന്ന് ഞാൻ വചനത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് മുതൽ ഇത് കാണണം. രാജ്യങ്ങളുടെ നന്മ ഞാൻ അനുഭവിക്കും, രാജ്യങ്ങളുടെ നന്മ ഞാൻ കാണും, എന്റെ തലമുറ അത് കാണും എന്ന് തന്നെ പറഞ്ഞോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ. നവംബർ മാസത്തിൽ ജനിച്ചെന്ന് പറഞ്ഞ എന്റെ മകളാണ്. താഴെ 2 പയ്യന്മാരുണ്ട്, തലമുറ ഉണ്ട്. അതെന്റെ ചേട്ടന്റെ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തോടായിരുന്നേ, ആ വ്യക്തിയോടുള്ള ആലോചനയായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറഞ്ഞത്. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ 7-ാം തീയതി ബേസിൽ പറഞ്ഞില്ലേ, അത് ആ ഫ്രണ്ടിന്റെ ആ മകളെയും കർത്താവ് തൊടുന്നു ഒരു